ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലൂസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടമ്മമാർക്ക് വളരെ പ്രയോജനകരമായ ഒരു വീഡിയോ ആണ്. എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് തേങ്ങ. ഒരുപാട് ആളുകൾ വീടുകളിൽ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് കടകളിൽ നിന്നാണ് തേങ്ങ വാങ്ങുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ വാങ്ങുന്ന തേങ്ങ പൊട്ടിച്ചു നോക്കുമ്പോഴാണ് അകം കേടുവന്നതാണെന്ന് മനസ്സിലാകുന്നത്. തേങ്ങയുടെ ചിരട്ടയിൽ ചെറിയ പൊട്ടലുകൾ വന്നാൽ പോലും കുറച്ച് ദിവസം കഴിയുമ്പോൾ തേങ്ങയുടെ അകവശം കേടാകും. നമ്മുടെ വീട്ടിലെ തെങ്ങിൽ നിന്നും തേങ്ങ പൊട്ടിച്ചിടുമ്പോഴും തറയിൽ വീണ് ചിരട്ട പൊട്ടി കേടാകാറുണ്ട്. എന്നാൽ തേങ്ങ പൊട്ടിക്കുമ്പോൾ മാത്രമേ തേങ്ങ കേടായിരുന്നു എന്ന് മനസ്സിലാവുകയുള്ളൂ. ഇങ്ങനെ കേടായ തേങ്ങ നമ്മളിൽ പലരും വേസ്റ്റിൽ കളയുകയോ അടുപ്പ് കത്തിക്കാനുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അല്പം മെനക്കെട്ടാൽ ഈ കേടായ തേങ്ങ വേസ്റ്റിൽ കളയാതെ നമുക്ക് തന്നെ വെളിച്ചെണ്ണയാക്കി മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ തേങ്ങകളെല്ലാം കേടായ തേങ്ങകളാണ്. അകത്തെല്ലാം പൂപ്പൽ വന്നിട്ടുണ്ട്. ആഹാര സാധനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം കേട് വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ പൊട്ടിച്ചു നോക്കുമ്പോൾ കേടായി കിട്ടുന്ന തേങ്ങ എണ്ണത്തിൽ കുറവായതിനാൽ മില്ലിൽ കൊണ്ടുപോയി ആട്ടിയെടുക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ എണ്ണയാക്കി മാറ്റുന്നത്. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കേടായ തേങ്ങകൾ ചിരട്ടയിൽ നിന്നും കുറേയൊക്കെ ഇളകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ചിരട്ടയിൽ നിന്നും തേങ്ങ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്തത്. തേങ്ങ ചിരട്ടയിൽ നിന്നും ഇളകാത്ത വിധമാണ് ഇരിക്കുന്നതെങ്കിൽ തേങ്ങ ക്ലീൻ ചെയ്തതിന് ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് ചിരട്ട പൊട്ടിച്ച് ചിരട്ടയിൽ നിന്നും തേങ്ങ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത ശേഷം ചിരട്ടയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത തേങ്ങ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങ വൃത്തിയായി കഴുകിയെടുത്ത് തേങ്ങയിലെ പൂപ്പലും അഴുക്കുമെല്ലാം കളയാനാണ് തേങ്ങ വെള്ളത്തിലിടുന്നത്. അഴുക്കും പൂപ്പലും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എണ്ണയിൽ കനച്ച സ്മെൽ കൂടുതലായിരിക്കും. നല്ലതുപോലെ വൃത്തിയാക്കിയെടുത്താൽ കനച്ച സ്മെൽ തീരെ കുറവായിരിക്കും. തേങ്ങ കഴുകുമ്പോൾ തേങ്ങയുടെ ഉൾഭാഗത്തെ അഴുക്ക് കൈവച്ചോ കത്തിവച്ചോ ചുരണ്ടിക്കളയണം. ആദ്യമൊന്ന് കഴുകിയെടുത്തപ്പോൾ തന്നെ ഇത്രത്തോളം അഴുക്കുണ്ടായിരുന്നു. തേങ്ങ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതിന് ശേഷം ഓരോ കഷ്ണങ്ങളായി എടുത്ത് വീണ്ടും വൃത്തിയായി കഴുകണം. ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ അഴുക്ക് ചെറിയ കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ചിരണ്ടിക്കളയണം. ഒരുപാട് ചീഞ്ഞ ഭാഗങ്ങളുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാനും ശ്രദ്ധിക്കണം. നല്ലതുപോലെ തേങ്ങ വൃത്തിയാക്കുന്നതുവരെ കഴുകിയെടുക്കണം. കഴുകിയെടുത്ത തേങ്ങയുടെ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി പൊടിച്ചെടുക്കുക. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കണം. ഇങ്ങനെ നമ്മുടെ കൈവശമുള്ള തേങ്ങകളെല്ലാം അരച്ചെടുക്കുക. മിക്സിയിൽ അടിച്ചെടുത്ത തേങ്ങ അരിപ്പയോ തുണിയോ ഉപയോഗിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റുക. അരിക്കുന്നതിന് വേണ്ടി തോർത്തുപോലെ ഇഴകൾക്ക് അല്പം അകലമുള്ള തുണികൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങാപ്പാലും തേങ്ങാപ്പീരയും വളരെ കൃത്യമായി വേർതിരിച്ചെടുക്കുവാൻ പറ്റും. ഇതിനു വേണ്ടി എടുക്കുന്ന തോർത്ത് നല്ല വൃത്തിയുള്ളതായിരിക്കുവാൻ ശ്രദ്ധിക്കണം. അടിച്ചെടുത്ത് വെച്ച തേങ്ങ ഇതുപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുത്ത തേങ്ങാപ്പാൽ കുറച്ച് സമയത്തേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ തേങ്ങാപ്പാലിൽ നിന്ന് ക്രീമും വെള്ളവും സെപ്പറേറ്റായി കിട്ടും. മിനിമം 2 മണിക്കൂറെങ്കിലും തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വയ്ക്കണം. ഒരു രാത്രി മുഴുവൻ തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ 2 മണിക്കൂറാണ് വെച്ചത്. ഇപ്പോൾ തന്നെ വെള്ളവും ക്രീമും സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. ഈ ക്രീം ഒരു സ്പൂൺ ഉപയോഗിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. മുഴുവൻ ക്രീമും പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഒരു സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം. അടികട്ടിയുള്ള പാത്രം വേണം ഇതിനു വേണ്ടി എടുക്കേണ്ടത്. ഈ ക്രീം തിളച്ചു വരുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് പൊട്ടിത്തെറിക്കും. അതിനാൽ സൂക്ഷിച്ചു വേണം ഇത് ചെയ്യുവാൻ. തിളച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ എണ്ണ തെളിഞ്ഞു തുടങ്ങും. ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ അടിമട്ടി ബ്രൗൺ കളറിലായി വരികയും എണ്ണ തെളിയുകയും ഈ തെളിഞ്ഞ എണ്ണയെ നമുക്ക് വേർതിരിച്ചെടുക്കുകയും ചെയ്യാം. ഇതിൽ നിന്നും ഈ അടിമട്ടി മാറ്റിയെടുക്കണം. ഈ അടിമട്ടിയെ ഞങ്ങൾ കക്കൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതിന് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. കേടായ തേങ്ങയിൽ നിന്ന് വേർതിരിച്ചെടുത്ത എണ്ണയായതുകൊണ്ട് ഇതിന് കനച്ച സ്മെല്ലുണ്ടാകും. ഈ സ്മെൽ കുറയ്ക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് 4-5 തുളസിയില ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ എണ്ണ തണുക്കുമ്പോൾ ഒരു അരിപ്പ ഉപയോഗിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. ഈ എണ്ണ ഒരു ദിവസം വെച്ചതിന് ശേഷം ഒന്നുകൂടി അരിച്ച് കുപ്പിയിലേക്ക് മാറ്റണം. ഒരു ദിവസം ഇരിക്കുന്നത് കൊണ്ട് എണ്ണ കുറച്ചുകൂടി തെളിഞ്ഞു കിട്ടും. ഇങ്ങനെ കേടായ തേങ്ങയിൽ നിന്നും എടുക്കുന്ന എണ്ണയായതുകൊണ്ട് ആഹാര സാധനങ്ങൾ ഈ എണ്ണ ഉപയോഗിച്ചാൽ കനച്ച സ്മെൽ വരും. അതുകൊണ്ട് ഈ എണ്ണ തലയിൽ തേയ്ക്കാനോ ദേഹത്ത് തേയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം.